രുദ്രാത്മികം ഭാഗം 10. കുറച്ചു സമയത്തിന് ശേഷം അവൻ അവളുടെ കഴുത്തടിക്കിൽ നിന്നും മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. അപ്പോഴും കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ് അവൾ. അടഞ്ഞ കൺകോണിൽ നിന്നും ഉതിർന്നു വീഴാനായി വെമ്പി നിൽക്കുന്ന കണ്ണുനീർ കണ്ടതും അവൻ്റെ ഉള്ളം എന്തിനെന്നില്ലാതെ വേദനിച്ചു. അവളെ ഒന്ന് നോക്കിക്കൊണ്ടവൻ വേഗത്തിൽ മുറിവിട്ടിറങ്ങി. പുറത്ത് വേഗത്തിൽ നടക്കുന്നതിനിടയിലാണ് സ്റ്റെയറിൻ്റെ അരികിൽ എത്തിയപ്പോൾ താഴെ നിന്നും ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ട് ദീപു വരുന്നത് കണ്ടത്. അവനെ കണ്ടതും ഒരു നിമിഷം നിന്ന രുദ്രൻ വേഗത്തിൽ തിരിച്ച് റൂമിലേക്ക് നടന്നു. എന്നാൽ അപ്പോഴേക്കും ആമി ബാത്റൂമിൽ കയറിയിരുന്നു. എന്നാൽ ദച്ചുവിനോടുള്ള ദേഷ്യത്തിൽ ആമിയുടെ റൂം കടന്ന് ദീപു നേരെ തൻ്റെ റൂമിലേക്ക് പോയി. അത് കണ്ട രുദ്രൻ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നും ഇറങ്ങി താഴെ നടന്നു. അപ്പോഴാണ് സഞ്ജയ് പുറത്തേക്ക് പോകുന്നത് കണ്ടത്. അയാൾ പോണത് നോക്കി നിന്ന് അവൻ അടുക്കളയിൽ ചെന്ന് നോക്കി. അവിടെ തിരക്കിട്ട പണിയിലായിരുന്നു വേദിക. അമ്മേ, മടിച്ചു കൊണ്ടവൻ അവരെ പതിയെ വിളിച്ചു. അവൻ്റെ വിളി കേട്ടപ്പോൾ അവർ തിരിഞ്ഞു അവനെ നോക്കി പുഞ്ചിരിച്ചു. ആ, എന്താ മോനെ, എന്തെങ്കിലും വേണോ? അല്ല, ആമി എവിടെ? അവൾ ബാത്റൂമിലാണ്. പെട്ടെന്നുള്ള അവരുടെ ചോദ്യത്തിന് അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. മോനെന്താ അവിടെ നിൽക്കുന്നേ? ദേ ഇവിടെ വന്നിരിക്കേ. അവൻ അവരെ നോക്കി പുഞ്ചിരിയോടെ അവിടെയുള്ള ചെയറിൽ ചെന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും നല്ല സംസാരത്തിലായിരുന്നു. സരസ്വതിയോടുള്ള പോലെ ഒരു അടുപ്പം ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ രുദ്രന് അവരോട് തോന്നിയിരുന്നു. അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്താ, മോൻ ചോദിച്ചോ. ലച്ചു, അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അവൾ ഇപ്പോൾ എവിടെയാണ്? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന വേദികയുടെ മുഖം മാറി. മകളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ആ അമ്മ മനം തേങ്ങി. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയപ്പോൾ അത് അവനിൽ നിന്നും മറയ്ക്കാൻ എന്നോണം അവർ തിരിഞ്ഞു നിന്നു. മോനെ, നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കല്യാണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെ നല്ല സന്തോഷത്തിലായിരുന്നു ലച്ചു. ചിരിയും കളിയുമായി നല്ല രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷെ അതിനിടയിൽ പിന്നെ എന്താ ഉണ്ടായത് എന്ന് ആർക്കും അറിയില്ല. വല്ലാത്തൊരു വ്യത്യസ്ത സ്വഭാവമായിരുന്നു ലച്ചുവിൻ്റെ. ആമിമോളെ ഞങ്ങൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പാവം എൻ്റെ കുട്ടി. ചേച്ചി എന്നാൽ ജീവനായ എൻ്റെ ആമിമോൾ എല്ലാം സഹിച്ചും തിരിച്ചും അവളെ സന്തോഷിപ്പിക്കാനേ ശ്രമിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ അവൾ എവിടെയാണോ എങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. അച്ഛന് അവളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ദേഷ്യമാണ്. പക്ഷേ പെറ്റ വയറിന് ആ നോവ് മാറില്ലല്ലോ. അത്രയും പറഞ്ഞുകൊണ്ടവൾ സാരി തലപ്പിൽ കണ്ണുകൾ ഒപ്പി. അവനും അവരെ വേദനയോടെ നോക്കി നിൽക്കുകയായിരുന്നു. അത് കണ്ട അവർ അവനരികിൽ ചെന്ന് അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മോനെ, നിന്റെ അമ്മയെപ്പോലെ കണ്ടുകൊണ്ട് പറയുക. മോൻ ഇനി ലച്ചുവിനെ ഓർക്കരുത്. അവർ പറയുന്നത് കേട്ടതും അവൻ ഒരു നിമിഷം ഞെട്ടലോടെ അവരെ നോക്കി. അമ്മേ, എനിക്കറിയാം അതത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല എന്ന്. പക്ഷെ എൻ്റെ മോൻ അതിന് ശ്രമിക്കണം. ആമി, അവളൊരു പാവാ മോനെ. പുറമേ കാണിക്കുന്ന ദേഷ്യവും വാശിയും ഒക്കെ വെറും പൊയ്മുഖം മാത്രമാണ്. ഒരു ഉറുമ്പിനെ പോലും നുള്ളി നോവിക്കാൻ ഇഷ്ടപ്പെടാതെ എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കുന്നവളാണ്. അവളെപ്പറ്റി ഞാൻ നിന്നോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ അവൾ നിന്റെ ഭാര്യയാണ്. നീ ഒരിക്കലും അവളുടെ കണ്ണ് നിറയാൻ അനുവദിക്കരുത്. എന്നും അവൾക്ക് കാവലായി ഉണ്ടാകുമെന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു തരാവോ, ഒരു സമാധാനത്തിന്? തനിക്ക് മുന്നിൽ പ്രതീക്ഷയോടെ കൈകൾ നീട്ടിക്കൊണ്ട് നിൽക്കുന്ന അവരെ കണ്ടില്ലെന്ന് നടിക്കാൻ അവന് ആവുന്നുണ്ടായിരുന്നില്ല. ആമിയുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാകും. ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാണ്. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവർ സന്തോഷത്തോടെ അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. എല്ലാം അറിയുന്ന നാൾ മറ്റെന്തിനേക്കാളും ആരെക്കാളും നീ അവളെ സ്നേഹിക്കും, എനിക്കുറപ്പുണ്ട്. പുഞ്ചിരിയോടെ അകത്തേക്ക് നടക്കുന്ന അവനെ നോക്കിക്കൊണ്ട് അവർ മനസ്സിൽ പറഞ്ഞു. ഇതേസമയം അകത്തേക്ക് നടക്കുമ്പോഴും രുദ്രൻ്റെ മനസ്സിൽ പലവിധ സംശയങ്ങളും ഉണ്ടായിരുന്നു. ലച്ചു പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ആമി വളരെ ദുഷിച്ച മനസ്സുള്ള ഒരാളാണല്ലോ. മാത്രമല്ല അച്ഛനോടും അമ്മയോടും പോലും എതിർത്ത് സംസാരിക്കുമെന്നൊക്കെയല്ലേ തന്നോട് അവൾ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ആമിയുമായുള്ള തൻ്റെ ഫ്രണ്ട്ഷിപ്പ് പോലും അവൾ ഇല്ലാതാക്കിയത്. പക്ഷേ അമ്മ ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനാ? ഇതിൽ ആര് പറയുന്നതാവും ശരി? ഇനി ലച്ചു തന്നോട് കളവ് പറഞ്ഞതായിരിക്കുമോ? ആണെങ്കിൽ എന്തിനു വേണ്ടി? പലവിധ ചിന്തകളാൽ അസ്വസ്ഥമായ മനസ്സോടെ നടന്ന അവൻ ചെന്നെത്തിപ്പെട്ടത് കുളി കഴിഞ്ഞ് ഒരു മയിൽപ്പീലി കളർ ധാവണിയൊക്കെ എടുത്ത് മുകളിൽ നിന്നും താഴേക്കിറങ്ങി വന്ന ആമിക്ക് മുന്നിലാണ്. അവനെ ശ്രദ്ധിക്കാതെ മുടി പിന്നിയിട്ടുകൊണ്ട് പടികൾ ഇറങ്ങുകയാണ് അവൾ. ഇതേസമയം അവളുടെ മുഖത്തും നാസികയിലും അധരങ്ങളിലും അവളുടെ കഴുത്തിലും മുഖത്തുമൊക്കെ പറ്റിച്ചേർന്ന് കിടക്കുന്ന വെള്ളത്തുള്ളികളിലേക്കുമൊക്കെ ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. എന്നാൽ അവ അവളുടെ കലങ്ങിയ കണ്ണുകളിൽ ചെന്നെത്തിയതും അവനും എന്തോ ഒരു കുറ്റബോധം തോന്നി. അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ പറ്റിപ്പോയതാണ്. ഒരിക്കലും വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അവൻ ആ ഓർമ്മയിൽ അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. കഴുത്തിനൊരു ഭാഗത്ത് ചെറുതായി ചുവന്നു കിടക്കുന്ന തൻ്റെ ദന്തങ്ങളുടെ അടയാളം കണ്ടപ്പോൾ അവൻ്റെ അധരങ്ങളിൽ എന്തിനെന്നറിയാതൊരു പുഞ്ചിരി വിടർന്നു.
അപ്പോളായിരുന്നു ആമിയും അവനെ കാണുന്നത്. തൻ്റെ കഴുത്തിൽ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ടവൾ ചവിട്ടിത്തുള്ളി അടുക്കളയിലേക്ക് ചെന്നു. കാന്താരി! അവളുടെ പോക്ക് നോക്കി നിൽക്കെ അവൻ പോലും അറിയാതെ അവൻ്റെ നാവിൽ നിന്നും ആ പേര് പുറത്തു വന്നു. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നോക്കിയപ്പോൾ മാറിൽ കൈ പിണച്ചു വെച്ച് അവനെ നോക്കി ഒരാക്കിച്ചിരിയോടെ നിൽക്കുന്ന ദച്ചുവിനെ കണ്ടപ്പോൾ ആകെ ചമ്മി നിന്നുപോയി. എന്താണ് മിസ്റ്റർ രുദ്രാക്ഷ് മഹാദേവിന് പതിവില്ലാത്ത ചില കളികളൊക്കെ? അവൻ്റെ അരികിൽ ചെന്ന് നന്നായി തന്നെ ആക്കിക്കൊണ്ട് ദച്ചു ചോദിക്കുമ്പോൾ അറിയാതെ തന്നെ അവൻ്റെ കണ്ണുകൾ അടുക്കളയിലേക്ക് ചലിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ഉയർന്നു കേൾക്കുന്ന ആമിയുടെ കിലുക്കാമ്പെട്ടി പോലുള്ള ചിരിയൊലികൾ അവൻ്റെ മുഖത്തെ പുഞ്ചിരിക്ക് ആഴം കൂട്ടിയതേയുള്ളൂ. ഏയ് ഹലോ, ഇതെന്തും ഓർത്തിരിക്കുക ഏട്ടാ. വീണ്ടും ദച്ചുവിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് രുദ്രന് ബോധോദയം വന്നത്. ഏയ് ഒന്നുമില്ലടാ, നീ ചെല്ല്, അടുക്കളയിൽ ചെന്ന് അമ്മയെ എന്തെങ്കിലും സഹായിക്കൂ. ഒന്നുമില്ല എന്നൊന്നും പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ അവന് കേൾക്കാൻ പാകത്തിന് അതും പറഞ്ഞുകൊണ്ട് അവൾ ഓടി. ഇതേ സമയം അടുക്കളയിലെത്തിയ ദച്ചുവിനോട് ആമി ഒന്നും മിണ്ടിയില്ലെങ്കിലും വേദിക നന്നായി തന്നെ സംസാരിച്ചു. അവരെ കൂടെ നടന്ന് ജോലിയിൽ സഹായിക്കുമ്പോഴും സംസാരിക്കുമ്പോഴുമൊക്കെ ദച്ചു ആമിയെ തന്നെ നോക്കിയിരുന്നു. എത്ര നിന്നിട്ടും ആമി തന്നെ മൈൻഡാക്കില്ലെന്ന് ഉറപ്പായ ദച്ചു പതിയെ അടുക്കളയിൽ നിന്നും മേലേക്ക് നടന്നു. രുദ്രൻ്റെ റൂമിന് മുന്നിൽ എത്തിയപ്പോൾ അത് അകത്ത് നിന്നും ലോക്കാണെന്ന് കണ്ടപ്പോൾ അവൾ വെറുതെ അതിലൂടെ നടക്കാൻ തുടങ്ങി. അപ്പോളാണ് ഒരു റൂം പകുതി ചാരി വെച്ചത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തോ ഒരു പ്രേരണയാൽ അവൾ പതിയെ ആ വാതിൽ തുറന്നപ്പോൾ കാണുന്നത് കമന്ന് കിടന്നുറങ്ങുന്ന ദീപുവിനെയാണ്. അവനെ കണ്ടപ്പോൾ അവളുടെ മിഴികൾ വിടരുകയും ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും ചെയ്തു. ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറിയ അവൾ അവനരികിലായി ചെന്നിരുന്നു. ദീപുവേട്ടാ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ആമിയും നിങ്ങളും എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്നോട് ക്ഷമിക്ക് ദീപുവേട്ടാ. അത്രയും പറഞ്ഞുകൊണ്ടവൾ അവൻ്റെ കയ്യിൽ പതിയെ ചുംബിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുക പോലും ചെയ്യാതെ മുറി വിട്ടിറങ്ങി. എന്നാൽ അവൾ പോയി കഴിഞ്ഞതും ദീപു കണ്ണുകൾ തുറന്നു. അപ്പോൾ അവൻ്റെ കണ്ണുകളിൽ വേദന തിങ്ങി നിറഞ്ഞിരുന്നു. നിന്നോട് ആമി ക്ഷമിച്ചാൽ മാത്രമേ ഞാനും ക്ഷമിക്കുകയുള്ളൂ. അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ ഫ്രഷ് ആവാനായി കയറി. ഉച്ചയ്ക്ക് ഫുഡിന് സഞ്ജയ് വരില്ലെന്ന് വിളിച്ചു പറഞ്ഞ പ്രകാരം ഭക്ഷണമൊക്കെ തയ്യാറാക്കിയ ശേഷം വേദിക അവർ 4 പേരെയും വിളിച്ചു. തീൻമേശയിൽ എല്ലാവരും ചെന്നിരുന്നപ്പോൾ ആമി വേഗം ചെന്ന് ദീപുവിൻ്റെ കൂടെയിരുന്നു. അത് കണ്ട് രുദ്രൻ പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കിയപ്പോൾ അവൾ അവനെ നോക്കി പുച്ഛത്തോടെ മുഖം തിരിച്ചു. ദച്ചു ആണേൽ ഒരിക്കലെങ്കിലും ദീപു ഒന്ന് തന്നെ നോക്കിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ട് അവനെയും നോക്കി നിൽപ്പാണ്.